ഹായ് ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടില്ല, പകരം ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. നമ്മൾ പലരും ഒരു സ്കിൻ കെയർ റുട്ടീൻ നന്നായി ചെയ്യുന്നുണ്ടെങ്കിലും ഹെയർ കെയർ റുട്ടീൻ ചെയ്യാറില്ല. പകരം നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഹെയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഹെയറിൽ തന്നെ ഡാൻഡ്രഫ് വരുമ്പോൾ, അതും അല്ലെങ്കിൽ ഹെയർ കംപ്ലീറ്റ്ലി ലോസ് ആകുന്ന ഒരു ടൈമിലൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഹെയറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ബട്ട് സ്കിൻ കെയർ ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ഹെൽത്തി ഹെയർ കെയർ റുട്ടീൻ. ഒരു ഹെൽത്തി ഹെയർ കെയർ റുട്ടീൻ ചെയ്യാനായിട്ട് 4 സ്റ്റെപ്സ് ആണുള്ളത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലെൻസിങ് ആൻഡ് കണ്ടീഷനാണ്. സോ ക്ലെൻസിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെയറിന് ആപ്റ്റായിട്ടുള്ള ഒരു ക്ലെൻസർ, ഷാമ്പൂ, കണ്ടീഷണർ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെയറിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് വീക്കിൽ എത്ര തവണ വാഷ് ചെയ്യണോ അതനുസരിച്ച് നല്ല രീതിയിൽ ഈ പറയുന്ന ക്ലെൻസിങ്ങും കണ്ടീഷനും ചെയ്യാം. സോ രണ്ടാമത് പറയുന്നത് കോംബ് യുവർ ഹെയർ ട്വൈസ് എ ഡേ ആണ്. അതായത് ദിവസത്തിൽ 2 തവണ നിങ്ങളുടെ ഹെയർ ഒന്ന് കോംബ് ചെയ്യുക. നല്ല രീതിയിൽ ഈ കോംബിങ് ചെയ്യുന്ന വഴി നിങ്ങളുടെ ഹെയറിന് ടാങ്കിൾസ് റിമൂവ് ആകുകയും അതിൽ ബ്രേക്കേജ് കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. മൂന്നാമതെന്ന് പറയുന്നത് ഹോട്ട് ഓയിൽ മസാജ് വീക്ക്ലി വൺസ് ആണ്. നിങ്ങൾക്ക് ഹോട്ട് ഓയിൽ ആകണം എന്നൊന്നും നിർബന്ധമില്ല. നോർമൽ ഓയിൽ ആയാലും മതി, കോക്കനട്ട് ഓയിൽ ആയാലും മതി. അതിന് പ്രത്യേക ഓയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഹോട്ട് ഓയിൽ ആണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങൾ ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്ന വഴി 2 ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. ഒന്ന്, ഓയിൽ സ്കാൽപ്പിലും ഹെയറിലും എത്തുന്ന വഴി നിങ്ങളുടെ ഹെയറിൻ്റെ ബ്രേക്കേജ് കുറയാനും അതുപോലെ ഹെയർ ഒന്ന് സ്ട്രെങ്ത് ആകാനും സോഫ്റ്റ് ആകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുടി തഴച്ച് വളരും എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഈ 3 കാര്യങ്ങൾ അതുവഴി നടക്കും. പിന്നെ നമ്മൾ മസാജ് ചെയ്യുന്ന വഴി, സ്കാൽപ്പിൽ മസാജ് ചെയ്യുന്ന വഴി ആ ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകാനും നമ്മുടെ ഹെയർ റൂട്ടിലേക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോപ്പർ ട്രിമ്മിങ് ആണ്. അതായത് നമ്മുടെ ഹെയർ ട്രിം ചെയ്യുക. 2 months കൂടുമ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ ഹെയർ ട്രിം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പലരും ചെയ്യുന്നത് വർഷത്തിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണ ആയിരിക്കും, പ്രത്യേകിച്ച് ലേഡീസ് ട്രിം ചെയ്യുക. ബട്ട് അതല്ല, നമ്മൾ 2 months കൂടുമ്പം നമ്മുടെ ഹെയർ വളരെ കുറച്ച് മതി, കംപ്ലീറ്റ് വെട്ടണമെന്നല്ല, വളരെ കുറച്ചൊന്ന് ട്രിം ചെയ്യുന്ന വഴി നമ്മുടെ ഹെയറിൻ്റെ താഴത്തുള്ള സ്പ്ലിറ്റ് എൻഡ്സ് കുറയാനും ഹെയറിന് ഒന്നും കൂടെ സ്ട്രെങ്ത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ 4 കാര്യങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ഹെൽത്തി ഹെയർ റുട്ടീൻ കിട്ടാൻ. സോ ഒരു നല്ല ഹെൽത്തി ഹെയർ റുട്ടീൻ വഴി നിങ്ങൾക്ക് നല്ല ഹെൽത്തി ഹെയർ ഉണ്ടാകും. സോ ഫോളോ ഇറ്റ്.